ഇപ്പോ ഇന്നലെ DNA ന്യൂസിൽ വന്ന അല്ലെങ്കിൽ ആ ചാനലിൽ വന്ന ഒരു പരാമർശമാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമായത്. സത്യഭാമ ഇത്രയൊക്കെ അവഹേളിച്ചിട്ടും തിരിച്ചൊരു മറുപടി പറഞ്ഞിട്ടില്ല എന്നൊരു പരാമർശം വരുന്നുണ്ട്. മാത്രമല്ല RLB രാമകൃഷ്ണൻ ഇപ്പോ യൂട്യൂബിനെതിരെയും ആ അവതാരകനെതിരെയും പരാതിയുമായി പോകുമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ആ ഇന്റർവ്യൂ എടുത്ത അവതാരകൻ എന്ന നിലയിൽ സുമേഷിന് എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ സത്യഭാമയെ ആദ്യമായി കാണുന്നത് ഈ ഇന്റർവ്യൂ എടുത്ത ദിവസവും രണ്ടാമത് ഇന്നലെ അവരുടെ ഒരു ബൈക്ക് എടുക്കാൻ പോയ സമയത്താണ് കാണുന്നത്. ഇതിനു മുൻപ് ഇവരെ എനിക്ക് പരിചയമൊന്നുമില്ല. അപ്പൊ ഈ ഒരു കാഷ്വൽ ടോക്ക് പോലെയായിരുന്നു. നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ കാണുമ്പോൾ അറിയാം, ഒരു കാഷ്വൽ ടോക്ക് പോലെയായിരുന്നു. ആ കൂട്ടത്തിലാണ് ഇവർ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അപ്പൊ കറുപ്പിനെ അവഹേളിച്ചുകൊണ്ടാണ് നടത്തുന്നത് എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ കറുത്ത നിറമാണ്, അവരുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു, ആ പയ്യൻ കറുത്ത നിറമാണ്. അപ്പം അത്തരത്തിലൊരു തോന്നൽ എനിക്ക് ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോ മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാണ് കറുപ്പിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രതികരിച്ചിരുന്നുവെങ്കിൽ, പരാമർശിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ അതിനെ എതിർക്കുമായിരുന്നു. പക്ഷെ ഇവർ ആ രീതിയിലല്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന RLB രാമകൃഷ്ണനുമായിട്ട് ഇവർ തമ്മിൽ എന്തൊക്കെയോ കേസുണ്ടെന്നൊക്കെയുള്ള കാര്യം ഇന്നലെയാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ ഇന്റർവ്യൂ എടുത്തു മടങ്ങിപ്പോകുന്നു എന്നുള്ളതല്ലാതെ അവരെ കുറിച്ച് സ്വകാര്യ സംഭാഷണങ്ങൾ അവരും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു ഇതിൽ ഉള്ളൊരു കാര്യം, ഇന്നലെ ഒരു ദളിത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ഒരു എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ത്രീ ഒരു ചാനലിലെ അന്തിചർച്ചയിൽ പറഞ്ഞത് എന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ആണ് അവര് അധിക്ഷേപിക്കുന്ന തരത്തിൽ പെരുമാറിയത്. അപ്പോ അവർക്ക് എന്തുമാവാം, മറ്റുള്ളവർക്ക് അത് ആകാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഒന്നും, കാരണം നിരന്തരം നമ്മളെ ഇതേപോലെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് തിരിച്ചൊരു മറുപടി പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഈ ഒരു അഭിമുഖത്തിന്റെ പേരിൽ തന്നെ 100 കോളുകൾക്ക് പുറത്തു വന്നിരുന്നു. അപ്പോഴൊക്കെ വളരെ സംയമനത്തോടു കൂടി തന്നെയാണ് മറുപടി പറഞ്ഞത്. ഇതില് ഈ പറയുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയെയോ അവർ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ പറഞ്ഞിരുന്നത് എന്നൊരു മുൻബോധ്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ തടയുമായിരുന്നു. പിന്നെ RLB രാമകൃഷ്ണൻ, അദ്ദേഹം എന്തായാലും എനിക്ക് തോന്നുന്നത് RLB രാമകൃഷ്ണൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇതിൽ ഒന്ന് രണ്ട് പേര് ചേർന്ന് ആരൊക്കെയോ ചില നിക്ഷിപ്ത താല്പര്യക്കാർ, അവർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടാവാം, അവർ ചേർന്ന് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരികയും പിന്നെ അദ്ദേഹത്തിനെ ഇതിലേക്ക് വലിച്ചഴിക്കുകയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ തനിക്കറിയല്ലോ, നമ്മൾ പല സ്ഥലങ്ങളിലും ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ഈ പറയുന്ന ആള് പറയുന്ന ആൾ എന്താണ് പറയുന്നതെന്ന് നമുക്കറിയില്ല. ആ ഒരു ബോധ്യം എനിക്കുണ്ട്. അപ്പൊ അദ്ദേഹം കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നമുക്ക് കോടതിയും നിയമമൊക്കെ ഉണ്ടല്ലേ, നമുക്ക് ആ വഴി നോക്കാം, അത്രേ ഉള്ളൂ. ഒരു ചോദ്യം കൂടി, ഈ ഇന്റർവ്യൂ കേട്ടോണ്ടിരുന്നപ്പോൾ ആ സമയത്ത് അങ്ങനെ ആ കറുപ്പും വെളുപ്പും അവർ പറഞ്ഞത് അങ്ങനെ തോന്നിയില്ല എന്ന് പറയുമ്പോ ഈ പെറ്റതള്ള പോലും സഹിക്കില്ല, ഇങ്ങനെ കാല് കറച്ചു വെച്ച് ഇത്തരം മോഹനന്മാർ ഇങ്ങനെ മോഹിനിയാട്ടം നടത്തരുത് എന്ന് പറഞ്ഞപ്പോഴൊന്നും എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ തോന്നിയില്ല? നമ്മുടെ ഒരു പഴയ വൈദ്യുതി മന്ത്രിയുണ്ട്, ഇപ്പോഴത്തെ MLA MM മണി. അദ്ദേഹം പൊതുവേദിയിലാണ് പ്രസംഗിച്ചത്. മുമ്പുളൈ ഒരുമയുടെ പ്രവർത്തകർ വേറെ മറ്റു പല പണികളുമാണ് ചെയ്യുന്നത്. പിന്നെ ഒരു അധ്യാപികയെ കുറിച്ച്, ഒരു പോളിടെക്നിക് അധ്യാപികയെ കുറിച്ച് അവർക്ക് കഥ കടത്തിക്കുന്ന മറ്റേ പണിയാണെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ കൈയടിച്ച ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോ രാഷ്ട്രീയക്കാർക്ക് എന്തും പറയാം. ഇവർ പറഞ്ഞത്, നമ്മളിപ്പോ സാധാരണ കാഷ്വൽ ടോക്കിൽ നമ്മൾ പല തമാശകളും പറയാറുണ്ട് ഇല്ലേ? ആ തമാശകളിൽ ഒന്നായി മാത്രം, അതായത് അവര് അവരുടെ ശരീരഭാഷയിൽ നിന്നും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അവർ മറ്റൊരാളെ അവഹേളിക്കാനല്ല പറഞ്ഞതെന്നാണ് എന്റെ ബോധ്യം, എനിക്ക് ബോധ്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എതിർക്കാതിരുന്നത്. അതൊരു കാഷ്വൽ ടോക്ക് പോലെയായിരുന്നു. അല്ലെങ്കിൽ അവർ ഇന്ന ആളിനെയാണ് അല്ലെങ്കിൽ ഈ രീതിയിലാണ് എന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് എതിർത്തേനെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ചില പ്രത്യേക വ്യക്തികളും എന്ത് പറയുമ്പോഴും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും മറ്റൊരാളുടെ ചിലപ്പോൾ ഒരു നാക്കുപിഴവോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല, ഞാൻ എന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അതിനെ ആ ഒരു ഭാഗം മാത്രം, ഇതിൽ തനിയൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഇത് വിവാദമാകുന്ന സമയത്ത് വെറും 10,000 പേരാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത്. പക്ഷേ അഭിപ്രായം പറഞ്ഞവരും ഇവർക്കെതിരെ തിരിഞ്ഞവരുമായിട്ടുള്ള ആളുകളെ നോക്കിയാൽ 10,000-കണക്കിന്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. അപ്പൊ എന്താണ്, ഇവിടെ വിളിച്ച പലരോടും ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ഒരു അഭിമുഖം പൂർണ്ണമായി കണ്ടിട്ടുണ്ടോ എന്നാണ്. പലരും കണ്ടിട്ടില്ല. അപ്പൊ കഥ അറിയാതെ ആട്ടം കാണുന്ന ഒരു അവസ്ഥയാണ് ഇതിലുള്ളത്. ഇത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു വിവാദമാക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു. കാരണം 66 വയസ്സായ ഒരു സ്ത്രീ, അവരുടെ വായിൽ നിന്നൊരു പിഴവ് വീണെങ്കിൽ അത് പിന്നെ അങ്ങനെ ഒന്നുകിൽ നമ്മൾ ആ രീതിയിൽ അതിനെ കാണണമായിരുന്നു. അല്ലെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടായപ്പോ
ഈ പറയുന്ന വ്യക്തിക്ക് അതായത് കലാമണ്ഡലം സത്യഭാമ ടീച്ചർക്ക് ഒരു ഖേദം പ്രകടിപ്പിക്കാമായിരുന്നു. ഈ രണ്ട് കാര്യത്തിൽ തീരാവുന്ന ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നു. ഇവിടെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ വയനാട് പൂക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലിട്ട് ഇത്രയും ക്രൂരമായി തല്ലിക്കൊണ്ടിട്ട് പോലും പ്രതികരിക്കാത്തവരാണ് ഇപ്പോ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നുകൂടി ആലോചിക്കണം. അപ്പൊ അതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടാവും. അത്രയേ ഉള്ളൂ.